ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ മാത്രം ട്രേഡിങ്ങിലേക്ക് ഇരിക്കുക, ട്രേഡിംഗ് ചെയ്യുക. ഓക്കെ, റിയൽ എമൗണ്ടിൽ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. കാരണം നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഉള്ള ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ, ഇപ്പോൾ ഞാനിടുന്ന വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന വീഡിയോ കണ്ടിട്ടോ എന്നൊക്കെ പോയിട്ട് റിയൽ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് വരാനാണ് ചാൻസ് 100% ഉള്ളത്. ഓക്കെ, അതിൽ 1% 2% ഒന്നുമില്ല, 100%ഉം അവിടെ ലോസ് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ മായാവി ട്രേഡിംഗ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അല്ലെങ്കിൽ എന്താണ് പുതിയൊരു, ഇപ്പം ഞാൻ നിങ്ങളുടെ തംബ്നെയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, എല്ലാ ട്രേഡിങ്ങിൻ്റെ സ്റ്റൈലും നമ്മൾ മാറ്റാൻ പോവാണ്. പക്ഷേ ഇത് പണ്ട് ഞാൻ ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ സ്റ്റൈലുകളും കാര്യങ്ങളും, നമ്മൾ എടുക്കുന്ന ട്രേഡുകളും കാര്യങ്ങളൊക്കെ സ്റ്റൈലുകൾ മാറ്റാൻ പോവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ട്രേഡിങ്ങിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പോവാണ്. ഓക്കെ, സാധാരണ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ സിഗ്നൽ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ സിഗ്നൽ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പബ്ലിക് ഗ്രൂപ്പ് കേട്ടോ, ഇതിലല്ല സിഗ്നൽ കൊടുക്കുന്നത്. ഞാൻ മറ്റേ നമ്മുടെ VIP ഗ്രൂപ്പുണ്ട്, ഞാനിപ്പോൾ VIP ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ട്രേഡ് കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയുക, കറൻസീൻ്റെ പേരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ വരും. ഈ ഇൻഡിക്കേഷൻ നോക്കിയിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് അല്ലേ? സാധാരണ എല്ലാവരും അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ബിഗിനറായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അതങ്ങോട്ട് എന്താ ഡൈജസ്റ്റ് ആവാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ അവരുടെ തെറ്റെന്നല്ല പറയണത്, സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, എത്രയാണ് എമൗണ്ട് വെക്കാതെ, ചിലപ്പോൾ 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റലുള്ളവർ, 25 ലക്ഷം രൂപ വരെ ക്യാപിറ്റലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എന്നാൽ ഞാൻ ഒരു ചെറിയൊരു ഇത് പറയുന്നുള്ളൂ. ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 25,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപയോ അല്ലെങ്കിൽ 2,500 രൂപയോ ക്യാപിറ്റലുള്ളവർ, അവർക്ക് എത്ര രൂപയാണ് എനിക്ക് ട്രേഡ് എടുക്കേണ്ടത്, എത്ര രൂപയാണ് ഞാൻ വെച്ച് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ നിന്നല്ല, എല്ലാ ഗ്രൂപ്പുകളിലും ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ ആരും മെനക്കെടാൻ നിൽക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് മാത്രമല്ല, അതൊരു മെനക്കേടുള്ള പണിയാണ്. ഓക്കെ, പക്ഷേ അതുകൊണ്ട് തന്നെയാണ് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര രൂപയാണ് പെർ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് പലരും ഒരു വലിയൊരു എമൗണ്ട് വെച്ച്, ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വലിയ എമൗണ്ടൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മായാവി ട്രേഡിങ്ങിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ VIP ഗ്രൂപ്പിലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈച്ച് ട്രേഡ്, നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുന്നു, ഞാൻ തരുന്ന സിഗ്നലിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അതിന് മുമ്പ് ഇത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ക്യാപിറ്റൽ 10,000 റുപ്പീസുള്ളൊരു വ്യക്തിയാണെന്ന് വെക്കാം. ഇത് 80 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർക്കറ്റ് പേ ഔട്ടാണ്. നിങ്ങൾക്കറിയാലോ, മാർക്കറ്റ് 83, 93, 93 അങ്ങനെ. അപ്പോൾ മിനിമം നമ്മളൊരു 80 ആണ് നമ്മൾ വെച്ചേക്കണം. എന്ന് വെച്ചാൽ 80 എബോവ് ഉള്ളത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് 10,000 രൂപയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇന്നലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മുടെ VIP ഗ്രൂപ്പിൽ, ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്, നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഉണ്ട്, പ്രൊഡക്ട്സിൻ്റെ ഈ ഒരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. എവിടെ പോയി? ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇത് USD INR എന്തോ ആയിക്കോട്ടെ, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്ന് വെച്ചാൽ പുതിയൊരു ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. ഓക്കെ, രണ്ട് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ഒരു ID വരും, ആ ID എനിക്ക് അയച്ചു തരിക. ID നോക്കിയിട്ട് ഞാൻ ഓക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു മിനിമം $20 മിനിമം. ഇത് മിനിമമാണ് എന്ന് വെച്ചാൽ $20 കൊണ്ട് എല്ലാം ഉണ്ടാവും എന്നല്ല, ഒരു മിനിമം $20 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VIP ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജോയിൻ ആയിട്ട് വരുന്ന ഗ്രൂപ്പിലെ ആൾക്കാർക്ക്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇനി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കോപ്പിയായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അങ്ങനെ തരുമ്പോൾ ഞാൻ അതിൽ ഇതുവരെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ടാവും, ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവും. അവിടെ ഒന്നും നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈച്ച് ട്രേഡിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയും. ഇപ്പം ഞാൻ പറയുകയാണ്, ഫസ്റ്റത്തെ ഒരു സിഗ്നൽ ഞാൻ ഇട്ട് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ NSD JPY OTCൻ്റെ ഒരു സിഗ്നൽ ആദ്യം ഞാൻ പെയറിൻ്റെ പേര് പറയും. പെയറിൻ്റെ പേരിട്ടു. ഓക്കെ, പെയറിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഒരു മിനിറ്റ്. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെങ്കിൽ ഇത് ബോറടിക്കും. പക്ഷേ ഒരു ബിഗിനറായിട്ടുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ ഇത് വലിയൊരു എന്താ പറയുക ആവശ്യമുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, USD MX എന്ന് പറഞ്ഞിട്ട് OTC എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാനൊരു ഇതിട്ടില്ലേ, കണ്ടോ, ഒരു പെയറിൻ്റെ പേരിട്ടു. ഓക്കെ, ആ പെയറിൻ്റെ പേര് ഞാൻ ഇടുന്നു. ഇതിലാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പിലേക്ക് ഡൗൺ, മിക്ക ഗ്രൂപ്പുകളിലെ ആൾക്കാരുകളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പുട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എടുക്കും. നിങ്ങളത് നോക്കിയെടുക്കണം. പക്ഷേ ഇവിടെ ഞാനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഞാനൊരു ഇത് പറഞ്ഞ ശേഷം നിങ്ങളുടെ ക്യാപിറ്റലിന് ഒതുങ്ങുന്ന എമൗണ്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞാനിവിടെ പറയും. അപ്പം ഞാനിവിടെ പറയാണ് ₹100. ഇൻവെസ്റ്റ് ചെയ്യുക ₹100. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു വ്യക്തിക്ക് $10,000 ഒരു വ്യക്തിക്ക് അവൻ പ്ലാൻ ചെയ്യുന്ന എത്രയായിരിക്കും? 2,500 ഫസ്റ്റത്തെ ട്രേഡ് എടുക്കാമെന്നുള്ള പ്ലാൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഹൈ റിസ്ക്കിലാണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ആ ഹൈ റിസ്ക് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ₹100 ഞാൻ പറയുകയാണ്, ഇതാ ഈ എമൗണ്ട്. കാരണം ഞാൻ മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ടും മണി മാനേജ്മെൻറ്റ് ഇത് ചെയ്തിട്ടുമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ വേണം നിങ്ങളും ട്രേഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെപ്പോലെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ ട്രേഡിലും ഇനി മുതൽ ഞാൻ എമൗണ്ട് പറയും, എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ₹100 ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ജസ്റ്റ് ഇത് വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ₹100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ വിന്നാണെന്ന് വെക്കുക. നമുക്ക് 10,080 രൂപയായി. ഇനി പോട്ട് ₹100 ഓക്കെ, ₹100. ഇനി അടുത്തത് നമുക്ക് ₹100. പിന്നെയും ഞാൻ ഇവിടുന്ന് പറയും. അടുത്ത ഞാൻ സിഗ്നൽ എന്ത് തരും? അടുത്ത സിഗ്നൽ USD JPY തന്നു വെച്ചട്ടെ. ഞാൻ അവിടെയും എമൗണ്ട് പറയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ₹100 എന്നൊക്കെ എഴുതുന്നത്. ഇതിവിടെ ചിലപ്പോൾ 200 ആയിരിക്കും, ചിലപ്പോൾ 150. അത് ആ ഒരു സമയത്ത് മണി മാനേജ്മെൻറ്റ് പ്രകാരം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ ലോസ് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ലോസ് ആയിരിക്കും സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 9980. അപ്പോൾ എന്ത് ചെയ്യും? ഇനി ഇത് എന്താ പറയുക, ഇനി MTG എടുത്ത് നോക്കും. നമ്മൾ MTG എടുക്കും. ഇതിൻ്റെ MTG നമ്മൾ എടുത്തു എന്ന് വെച്ചിട്ട് ഇത് MTG വിന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, ഇങ്ങനെയാണ് വരുന്നതെന്നല്ല. ഇതിൻ്റെ മെയിൻ ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ആ എമൗണ്ട് എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് പറയും. അങ്ങനെ ഉള്ളപ്പോൾ ആകെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ ട്രേഡിങ്ങും ഓവറായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാകും. മനസ്സിലാവുന്നുണ്ടോ? ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഓവറായിട്ട് ഇത് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഒഴിവാകും. ഇനി വേറൊരു ഇതും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ 10,000 രൂപേൻ്റെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടേ. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ബേസിക് എമൗണ്ട് 10,000 രൂപയാണെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് നോക്കട്ടെ. ഇപ്പോൾ വേറൊരു വ്യക്തിൻ്റെ അടുത്ത് 1,00,000 രൂപയാണ് ഉള്ളതെന്ന് വെക്കുക. 1,00,000 രൂപയാണ് ഉള്ളതെന്ന് വെക്കുക.
ഓക്കെ. അപ്പോൾ 10,000 അതിനൊരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്, എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ അടിച്ചാൽ മതി. എന്നിട്ട് എത്ര രൂപയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ വരും, ആ ഒരു വേറൊരു കോളത്തിൽ വരും. ഓക്കെ. ആ ഒരു ഫോർമാറ്റ് പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനിയും ഞാൻ ആ ഫോർമാറ്റ് ഞാൻ ഇടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 10,000 രൂപയുള്ള ഒരു വ്യക്തിയോട് ഞാൻ ഫസ്റ്റ് ട്രേഡ് 100 എടുക്കാൻ പറയുമ്പോൾ 1,00,000 രൂപയുള്ള ആൾ എന്ത് ചെയ്യണം? 1,000 രൂപ ഇടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 1,000 രൂപ എന്നുള്ളതല്ല ഞാൻ പറയാം, ഞാനിവിടെ 100 റുപ്പീസ് എന്നുള്ളതാണ് പറയുക. ഞാൻ 10,000 രൂപേൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ ഇതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ 2,500 രൂപേൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ടുള്ളതായിരിക്കും ഞാൻ പറയുക. ഓക്കെ. 2,500 വേണ്ട, 5,000 രൂപേൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുക. അതിൽ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകും. ഒരു ലക്കിന് ചിലപ്പോൾ കിട്ടിയാലും അതിൽ ഒരിതാണ്. ഓക്കെ. അതുകൊണ്ട് 5,000 രൂപേൻ്റെ വെക്കുക. അപ്പോൾ 5,000 രൂപേൻ്റെ ഞാൻ എത്ര രൂപ വെച്ചിട്ട് ഇവിടെ ട്രേഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ആ ഒരു എമൗണ്ടിലായിരിക്കണം നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 5,000 രൂപേൻ്റെയാണ്, ഇവിടെ 5,000 രൂപേൻ്റെ ഇതിനൊക്കെ ഫോർമാറ്റ് ഞാൻ അയച്ചു തരുന്നതാണ്. 5,000 രൂപേൻ്റെ ട്രേഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 100 രൂപയ്ക്ക് ട്രേഡ് എടുത്തോളാൻ പറയാം. അപ്പോൾ 1,00,000 രൂപയുള്ളവർ എത്ര എടുക്കണം? എത്ര രൂപയ്ക്ക് എടുക്കേണ്ടി വരും? 2,000 രൂപ അല്ലേ? 2,000 രൂപേൻ്റെ ട്രേഡാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാനിവിടെ 700 പറയുമ്പോൾ 70 പറയുമ്പോൾ ഇവിടെ എത്രയ്ക്കും 1,400 ആയിരിക്കും ഇവിടെ ട്രേഡ് എമൗണ്ട് വരിക. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുക. അല്ലാതെ 1,00,000 ഉള്ള ട്രേഡ് ചെയ്യുന്നൊരു ക്യാപിറ്റലുള്ളൊരു വ്യക്തി കൊണ്ടുപോയിട്ട് 2,500 റുപ്യ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊരു പ്ലാനിങ് ആണ് വരുന്നത്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഇപ്പോൾ ഒരുപാട് പേര് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർമാരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഓൺ എന്താ പറയുക മണി മാനേജ്മെൻറ്റ്. എൻ്റെ അടുത്ത് തന്നെ ഒരു 1, 2, 3 ടൈപ്സ് മണി മാനേജ്മെൻറ്റ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ 3 ടൈപ്സ് മണി മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതല്ലാതെ, ഇതിപ്പോൾ പുതിയതാണല്ലോ ഞാൻ പറയുന്നത്, ഇതല്ലാതെ വേറെ 2, 3 നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെയുള്ള അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ആണെങ്കിൽ അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങളിതിലെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരണ്ട. ഞാൻ ഇത് പറയുന്നത് വളരെ കുറഞ്ഞ ക്യാപിറ്റലുള്ളവരും ബിഗിനേഴ്സുമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നത്? ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രോഫിറ്റും ലോസും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ഇപ്പം ടാർഗറ്റ് 400 ആണെങ്കിൽ ലോസ് നമ്മുടെ 200 ആയിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ആ സെക്ഷൻ അവിടെ ഇതായി, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആ സെക്ഷൻ, അങ്ങനെയായിരിക്കും ഇനി മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ഒന്നും കൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ VIP ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡ് എടുക്കുന്നതിൻ്റെ എമൗണ്ട് ഞാൻ പറയുന്നതായിരിക്കും. അതാണ് മെയിൻ. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കിയല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമുക്ക് ഞാൻ സാധാരണ $1,000 ആണ് എൻ്റെ പ്രോഫിറ്റ്. ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $1,000 ഓക്കെ. എന്നിട്ട് അത് അങ്ങോട്ട് വിഡ്രോ എടുക്കുക എന്ന് മാത്രമാണ് മെയിൻ പരിപാടി. ഡെയിലി വിഡ്രോ ചെയ്യും. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി ഞാൻ വിഡ്രോ ചെയ്യും. പ്രോഫിറ്റ് ഞാൻ ഡെയിലി വിഡ്രോ ചെയ്യും. ഒരിക്കലും ഞാൻ കീപ്പ് ചെയ്യാറില്ല അക്കൗണ്ടിൽ. ഓക്കെ. പക്ഷേ ഇന്നത്തെ ദിവസം എത്രയാണ്? വളരെ $137 ഇതുവരെ ആയിട്ടുള്ളൂ. ഓക്കെ. ഇനിയൊരു സമയമുണ്ട്, പക്ഷേ എന്നാലും $137 ആയിട്ടുള്ളൂ. കാരണം ഇന്ന് മാർക്കറ്റ് വളരെ മോശമായതുകൊണ്ട് തന്നെ വെറും $10 ഇതിവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം. വെറും $10 നമ്മൾ ട്രേഡ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് തന്ന സിഗ്നൽസാണ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അന്ന് രാവിലെ തന്ന VIP ഗ്രൂപ്പിൽ തന്ന സിഗ്നൽസാണ്. അത് തന്നെയാണ് ഞാനും എടുക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ. ആർക്കെങ്കിലും ക്രോസ് ചെക്കോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? എന്തോ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ
ഇത് കണ്ടോ കോട്ടക്സ് ഓരോരുത്തർ മറ്റേ എന്താ പറയുക ലീഡർ ബോർഡിലെ ആൾക്കാർ കണ്ടോ? ഈ സമയത്തൊക്കെ ലീഡർ ബോർഡിൽ $30,000 അല്ലെങ്കിൽ $1,00,000 പ്രോഫിറ്റ് നേടേണ്ട ആവേണ്ടതായിരുന്നു ഇവരൊക്കെ ആവേണ്ടതായിരുന്നു. അപ്പോൾ ഇവരൊന്നും ഇതുവരെയായിട്ട് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് എത്രയോരം ലോസ് ഇന്ന് കിട്ടിയെന്ന് അറിയോ? അപ്പോൾ അത്രയ്ക്കും മാർക്കറ്റ് ഫ്ലക്ച്വേറ്റഡ് ആണെന്ന്. ഈ JJ ട്രേഡർ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ 1 CR മേലെയാണ് ഇവന്മാരെയൊക്കെ എന്താ പറയുക ക്യാപിറ്റൽ തന്നെ. ഓക്കെ, ക്യാപിറ്റലൊക്കെ നല്ല ക്യാപിറ്റലുള്ള ആൾക്കാരാണ് ഇവന്മാരൊക്കെ. എന്നിട്ട് പോലും ഇന്ന് എന്തായി ലോസിലാണ് ഇരിക്കുന്നത്. ഒരാൾ പോലും 30,000 പോലും 20,000 പോലും ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ ആവും അവർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ടാർഗറ്റ് $1,000 അതും ആവും. ഓക്കെ, നമ്മളത് ചെയ്യും. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഞാൻ പറയുന്ന പല സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഇന്നലത്തെ സ്ട്രാറ്റജി ഇവിടെ നോക്കിയേ. ചെറിയൊരു വിക്ക്, ഒന്നിൽ വിക്കില്ല ഒന്നിൽ വിക്കുണ്ട്, ചെറിയ വിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായി വിന്നായി. അപ്പോൾ ഇന്നലത്തെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നോക്കി ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു MTG അടിച്ചു. അത് കാരണം ഈ വിക്ക് ഇവിടെയും ഉള്ളതുകൊണ്ട് 2 സൈഡിലും വിക്ക് ആയതുകൊണ്ടാണ് MTG അടിച്ചു. ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇവിടെ നോക്കിയേ, കണ്ടോ വിക്കില്ല, ഒരു ചെറിയൊരു വിക്ക് ഇതെവിടെയുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾക്ക് വെറുതെ ഉണ്ടാക്കി തരികയല്ല. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ഒരു മാസത്തോളം പ്രാക്ടീസ്, അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് മിനിമം ഒരു 500 ട്രേഡെങ്കിലും ഡെമോയിൽ 500 ട്രേഡെങ്കിലും എടുത്തതിന് ശേഷം പിന്നെ അത് റിയലിലേക്ക് കൊണ്ടുവന്ന് റിയലിൽ ഇച്ചിരി എടുത്ത് നോക്കി നമുക്ക് എന്താ പറയുക ഓക്കെയാണ് 90% എബോവ് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇടാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കോട്ടക്സിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം വന്നു, നിങ്ങൾ ജോയിൻ ചെയ്തു VIP ഗ്രൂപ്പിൽ, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ളതാണ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ എടുത്തേക്കണ പെയറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഒരു മിനിറ്റ്, എടുത്തേക്കണ പെയറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടുണ്ടോ? മൊബൈലിലാണെങ്കിൽ താഴെ ഉണ്ടാവും ഇവിടെ പ്ലസ് ബട്ടൺ. ഈ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ പറയുന്ന കോയിൻ ഇത് കറൻസി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കറൻസി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ കറൻസി നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റാർ മാർക്ക് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമല്ലോ, വേരിയേഷൻ അനുസരിച്ച് മാറിപ്പോകും. ഇതല്ലാതെ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഇവിടെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുമില്ല, ഈ സൈഡിലൊരു സ്റ്റാർ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ PHB എന്ന് പറഞ്ഞിട്ട് എവിടെ പോയത് ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. ഏത് പെയേഴ്സുകൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോവുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സെറ്റിങ്സിൽ പോവുക. നിങ്ങൾ ലോകത്തിൽ എവിടെയായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങൾ അഡ്വാൻസ് സിഗ്നൽസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ ടൈം സോണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവന്ന് +5:30 കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ടൈം അഡ്വാൻസ് സിഗ്നൽസ് എടുക്കുന്നത്. ഇനി എന്താ പറയുക, ലൈവ് സിഗ്നൽസ് എടുക്കുന്നത്, ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് സിഗ്നൽസ് തരുന്ന പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈം സോണിലിരുന്നോ കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഓട്ടോ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടിക്ക് ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഓട്ടോ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടിക്ക് ഇട്ടിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ. പക്ഷേ ഈ ടിക്ക് അൺടിക്കാക്കി ഇടുക. ഓക്കെ, അൺടിക്കാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഒന്ന് ഓട്ടോ സ്ക്രോളിംഗ് അൺടിക്കാക്കി ഇടുക. ഓക്കെ, അൺടിക്കാക്കി ഇടുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ UTC 5:30 ആക്കിയിടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ പുതിയ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസും ആയിട്ട് ഇതാക്കാം. കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതാരും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ആരും പറയത്തില്ല, ആരും ഇങ്ങനെ ഒരു വീഡിയോ ഇടാറുമില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്താ പറയുക, ട്രേഡ് ചെയ്യുക, നന്നായിട്ട് ട്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പഠിക്കുക, അതാണ് മെയിനായിട്ട്. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സ് പോലും ചെയ്യാതെ ഞാൻ ഉള്ള കോഴ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടുന്നത്. പിന്നെ പറയുന്ന സ്ട്രാറ്റജികൾ നിങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ റിയൽ മാർക്കറ്റിൽ ഇട്ട് നോക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തത് അത് പോട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ നന്നായിട്ട്
റീഫ്രഷ് ചെയ്യട്ടെ. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ നന്നായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ എന്താവും, ഓരോ സ്ട്രാറ്റജിയിലും കോൺഫിഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ സ്ട്രാറ്റജി നോക്കി, ജസ്റ്റ് ഒന്ന് എടുത്താൽ മതിയായിരുന്നു. ഇത് വേണ്ട. ഓക്കെ, ഇതെവിടെ, ഇതുണ്ടോ? ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഓരോരോ സ്ട്രാറ്റജികളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഇന്നലെ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ ഇത് ഏത് ഇതിലും നിങ്ങൾ നോക്കിക്കേ. 2 കളർ ഓർപ്പിച്ചു ഇതൊക്കെ കണ്ടോ? നിങ്ങൾ എവിടെ ഏത് പെയറിൽ നിങ്ങൾ പോയി നോക്ക്. ഇത് വേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ 2 വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കി കണ്ടോ? ഇവിടെ ഒരു കൺഫർമേഷൻ എന്താണ്? ഇവിടെ 2 കൺഫർമേഷൻ ഉണ്ട്. എന്താണ്? ഒന്ന് നമ്മുടെ സ്ട്രാറ്റജി, 2 മാർഗോസോ ക്യാൻഡിൽ. കണ്ടോ? ഇവിടെയൊക്കെ കണ്ണും പൂട്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ നല്ലൊരു എമൗണ്ട് ഇടാം. ഞാൻ ആരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല നല്ല എമൗണ്ട് ഇടാൻ വേണ്ടിയിട്ട്, വലിയ എമൗണ്ട് ഇടാൻ വേണ്ടി. ഞാനിടും. ഓക്കെ, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളല്ല, മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റാണ്. ഓക്കെ, മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളല്ല എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മൂവ് ചെയ്യുക. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ മൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലോസ് ആണ് കൂടുതൽ ഇതിലൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പല പുതിയ സ്ട്രാറ്റജികൾ കണ്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെമോ അക്കൗണ്ട് എന്ന് പറയുന്ന കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇതിൽ എന്താ പറയുക, VIP ഗ്രൂപ്പിൽ 5 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെയും ട്രേഡിങ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് തുടങ്ങുന്നു, 5 മിനിറ്റ് കൊണ്ട് പരിപാടി നിർത്തുന്നു, അങ്ങനത്തെ ഷോർട്ട് ആൻഡ് കട്ട് പരിപാടികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹറിവറി ആയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തി നമ്മൾ. അങ്ങനത്തെ പരിപാടി വേണ്ട. ഞാൻ അനലൈസ് ചെയ്തും ഇതാക്കിയിട്ട് പതുക്കെ ഇനി ട്രേഡ് ചെയ്യുന്നുള്ളൂ. കാരണം മണി മാനേജ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് പറഞ്ഞ് അതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കുവാനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു മണി മാനേജ്മെൻറ്റോടുകൂടി പ്രോഫിറ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയൊന്നുമില്ല. താങ്ക് യു.